ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്താണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. അപ്പോൾ സമയത്തിന്റെ ഒരു ചെറിയ പരിമിതി കൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ല കമ്പ്യൂട്ടർ ടിപ്സുകളും നമ്മളുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കാനായിട്ട്. അതിന് ഞാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ കൂടുതലും മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. രണ്ട് ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ നമ്മൾ ഒന്നിലധികം ടാസ്ക്, അതായത് ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതിനോടൊപ്പം തന്നെ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ബ്രൗസറുകളൊക്കെ ഓപ്പൺ ആക്കി മ്യൂസിക് പ്ലെയർ, വീഡിയോ പ്ലെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ റാമും കുറഞ്ഞ പ്രോസസ്സറുമുള്ള കമ്പ്യൂട്ടറുകളാണെങ്കിൽ മിക്ക സമയവും ഹാങ് ആകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പ്രോഗ്രാം നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞ് പല സമയങ്ങളിലും പല വർക്കുകളും ചെയ്യുന്ന സമയത്ത് എഴുതി വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഹാങ് ആകുന്ന ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പ്രോഗ്രാം നോട്ട് റെസ്പോണ്ടിങ് എന്ന് എഴുതി വന്നിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്, അതിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ പല പ്രാവശ്യം ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആ പ്രോഗ്രാം അങ്ങ് ഹാങ് ആവും, പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല, മുമ്പോട്ട് പോകത്തില്ല. അതിനുശേഷം ആ പ്രോഗ്രാം മൊത്തം ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. ആ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ റിസ്യൂം ചെയ്യാനുള്ള ഓപ്ഷൻ റിസ്യൂമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ആദ്യമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലെ ചില സെറ്റിംഗ്സ് ഒന്ന് മാറ്റുന്നതിലൂടെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. പ്രോഗ്രാം നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞ് എഴുതി വരുന്ന ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ വീഡിയോ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, സ്ക്രീൻ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷനുകൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും, പ്രോഗ്രാം നോട്ട് റെസ്പോണ്ടിങ്. അത് നിങ്ങൾ പലരും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, അതിനായിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക്, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എങ്കിൽ അതിന് നിങ്ങൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. അതായത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് കൂടുതൽ റിസോഴ്സസ് കൊടുക്കുന്ന രീതിയിൽ, കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് പൊസിഷനിലേക്ക്, പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. അതിലൂടെ നിങ്ങൾക്ക് പ്രയോറിറ്റിയിലുള്ള നിങ്ങളുടെ ആ വർക്ക് അത് ഹാങ് ആകാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ടാസ്ക് മാനേജർ ഓപ്പൺ ആക്കണം. ടാസ്ക് മാനേജർ ഓപ്പൺ ആക്കാനായിട്ട് നിങ്ങൾക്ക് ഈ താഴെ ടാസ്ക് ബാർ കാണാൻ സാധിക്കും. അതിൽ ടാസ്ക് മാനേജർ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ടാസ്ക് മാനേജർ ഓപ്പൺ ആകും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ടാസ്ക് മാനേജർ ഓപ്പൺ ആകും. അതല്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ടാസ്ക് മാനേജർ ഓപ്പൺ ആകും. ഞാൻ എന്തായാലും കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ടാസ്ക് മാനേജർ ഓപ്പൺ ആക്കിയാണ്. ടാസ്ക് മാനേജർ ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേയേറെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ഫംഗ്ഷനുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റണ്ണിങ് പ്രോസസ്സിലുള്ള എല്ലാ ഫംഗ്ഷനുകളും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം റണ്ണിങ് ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാനിവിടെ മോക്സില്ല ഫയർഫോക്സ്, അതായത് ഫയർഫോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് ഒരു പ്രയോറിറ്റി കൊടുത്ത് നോക്കുകയാണ്. അതിനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ആപ്ലിക്കേഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് സെറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ നോക്കുക, ഹൈ, എബോവ്, നോർമൽ, ബിലോ, നോർമൽ, ലോ, അങ്ങനെ കുറെ ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഒന്നും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ പ്രയോറിറ്റി കൂട്ടാൻ സാധിക്കും. നിങ്ങളിവിടെ ഹൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രയോറിറ്റി ഹൈ പ്രയോറിറ്റിയിലായിരിക്കും. ഇത് മറ്റ് ആപ്ലിക്കേഷനുകൾ ഹാങ് ആവുന്ന പോലെ ഇത് ആകത്തില്ല. ഇത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരും. നിങ്ങൾ എത്ര വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇതിൽ ഹാങ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ
സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സോഫ്റ്റ്വെയർ ആണോ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റി കൂട്ടിക്കൊടുക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് പ്രയോറിറ്റിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോർമൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പ്രയോറിറ്റി ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ആ വർക്ക് പ്രയോറിറ്റിയിൽ കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നോക്കുക, ഇത് ഹാങ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഞാനിവിടെ പ്രയോറിറ്റി മാറ്റി കൊടുത്താണ്, നിങ്ങൾ കണ്ടു കാണും. ഇത് പലരുടെയും കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും, എനിക്കറിയാം. അപ്പോൾ ഞാനിവിടെ നോക്കുക, ഞാൻ ഇതിൻ്റെ പ്രയോറിറ്റി മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് ഹാങ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരു 10-25 ടാബ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഒന്ന് ഓപ്പൺ ഓൾ ടാബ് ക്ലിക്ക് ചെയ്യാണ്. നോക്കുക, ഇവിടെ ഇപ്പോൾ ഒരുപാട് ടാബ് ഓപ്പൺ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മൊത്തം ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ ഈ സിസ്റ്റം തന്നെ ഹാങ് ആയി. ഇത്രയും ഫംഗ്ഷൻ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോ പ്രൊഡ്യൂസിങ് നടക്കുന്നുണ്ട്, റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓപ്പൺ ആകുന്നില്ല. ഇതിൻ്റെ പ്രയോറിറ്റി ഞാൻ നോർമലാണ് കൊടുത്തിരിക്കുന്നത്, എങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. 4GB RAM ഉള്ള ഒരു കമ്പ്യൂട്ടറാണ്, ലാപ്ടോപ്പാണിത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ആപ്ലിക്കേഷൻ മൊത്തം ഹാങ് ആവും. ഇത് നോട്ട് റെസ്പോണ്ടിങ് എന്ന് എഴുതി വരും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ വീണ്ടും ടാസ്ക് മാനേജർ ഓപ്പൺ ആക്കണം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം firefox.ex എന്നുള്ള ഫയൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ റണ്ണിങ് പൊസിഷനിലാണിത്. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് എൻഡ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. എന്നാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാതെ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഈ ടാസ്ക് മൊത്തം ക്ലോസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നോട്ട് റെസ്പോണ്ടിങ് എന്ന് എഴുതി വരും. പിന്നെ കുറച്ച് സമയം എടുക്കും ഇത് മൊത്തം ക്ലോസ് ആകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഈ firefox.ex എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് എൻഡ് പ്രോസസ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം എൻഡ് പ്രോസസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നു. ഞാനിവിടെ എൻഡ് പ്രോസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. നോക്കുക, ഫയർഫോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾക്ക്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കുകളുള്ള ആപ്ലിക്കേഷനുകൾക്ക് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാൻ സാധിക്കും. അതിലൂടെ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ സിസ്റ്റം ഹാങ് ആകുന്നതിലൂടെ നമ്മളുടെ ഫയലുകൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഈ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതാണ്. അതിനോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.